ഒരേപോലെയല്ല. പാവപ്പെട്ട കൃഷിക്കാരനത് കണ്ണീരാകുമ്പോൾ എല്ലാം ഉള്ളവൻ അത് ആസ്വദിക്കാനുള്ള ഒരു കാഴ്ച മാത്രമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ലോകത്തിൽ ഏറ്റവും ദുരിതമുണ്ടാകുക ഇന്ത്യക്കാണെങ്കിലും ഇവിടെ അതിനെക്കുറിച്ച് സംസാരമില്ല. കാരണം ജനങ്ങളിൽ വിദ്യാഭ്യാസവും ചിന്താശേഷിയുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരും മിണ്ടാൻ പോകുന്നില്ല. ദാരിദ്ര്യവും അന്ധവിശ്വാസങ്ങളുമായി ജീവിക്കുന്നവരെ ചാവാൻ വിട്ടേക്ക് എന്ന നിശബ്ദ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു. താപനില ക്രമാതീതമായി ഉയരും, കനത്ത മഴ പെയ്യും, വലിയ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകും. അവരെ രക്ഷിക്കാൻ കഴിയില്ല, അവർ മരിക്കട്ടെ. നശിപ്പിക്കപ്പെടാൻ പോകുന്നവൻ മാനസികമായി പാപ്പരായതിനാൽ താൻ നശിപ്പിക്കപ്പെടാൻ പോകുകയാണെന്ന് പോലും അയാൾക്കറിയില്ല. നിങ്ങൾ വിദ്യാസമ്പന്നനായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അവബോധം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സ് തുറന്നിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ശാസ്ത്രീയ വസ്തുതകളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു വിപ്ലവം കൊണ്ടുവരുമായിരുന്നു. എൻ്റെ ദുരവസ്ഥ നോക്കൂ, എൻ്റെ വിളകൾ നശിച്ചു, എൻ്റെ വീട് തകർന്നു, ഗ്രാമത്തിലെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ അലറി വിളിച്ചേനെ. എത്രത്തോളം നാശമുണ്ടാകുന്നുവോ അത്രയും ഇന്ത്യ അന്ധവിശ്വാസത്തിലേക്ക് കൂപ്പുകുത്തും. അത്യാവശ്യമല്ലേ അത്? ആളുകൾ ഉണർന്നാൽ വിപ്ലവം സംഭവിക്കും. അവരെ അന്ധവിശ്വാസങ്ങളുടെ ലഹരിയിൽ നിർത്തേണ്ടത് പ്രധാനമാണ്.